അപ്പോൾ എക്സാം സമയമൊക്കെ ഇങ്ങനെ ആയല്ലേ. അപ്പോൾ കുറേ പേര് പഠിച്ചു തുടങ്ങി കാണും, കുറേ പേര് പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. പക്ഷേ കുറച്ച് പേര് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് നമ്മൾ വീട്ടിലിപ്പോൾ ഓൾറെഡി നമുക്ക് പ്രഷർ ഉണ്ടായി കാണും, പഠിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവരാരും നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊന്നും പറഞ്ഞു തരത്തില്ല. പക്ഷേ എന്ത് പഠിക്കണം എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം അല്ലേ, എന്താണ് നമുക്ക് പഠിക്കേണ്ടത് നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ എങ്ങനെ പഠിക്കണം എന്ന് ആരും നമുക്ക് പറഞ്ഞു തരത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾ എത്ര പഠിച്ചിട്ട് നിങ്ങൾക്ക് ഓണം എക്സാമിനോ ബാക്കി യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളാണ് ഈ വീഡിയോ കാണേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമുക്ക് വീട്ടിൽ ഓൾറെഡി പ്രഷർ ഉണ്ടായി കാണും. പഠിക്ക്, പരീക്ഷയ്ക്കെത്തി പഠിക്ക്, നീ തോറ്റു പോകും, പഠിക്ക്, നല്ല മാർക്ക് വാങ്ങിക്കണം, പഠിക്കുക എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടാവും. പക്ഷേ ഇത് എങ്ങനെ പഠിക്കണമെന്ന് ഇവർക്ക് ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അറിഞ്ഞൂടാ. ഇത് അവരുടെയും പ്രശ്നമല്ല, നിങ്ങളുടെയും പ്രശ്നമല്ല. അതിൽ ഫസ്റ്റ് ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സബ്ജക്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സബ്ജക്റ്റ് സ്ട്രോങ് ആണോ അതോ വീക്കാണോ, നിങ്ങൾ ആ സബ്ജക്റ്റിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അതിൽ മാർക്ക് നേടാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഈ സബ്ജക്റ്റുകളെല്ലാം സ്ട്രോങ് ആണോ വീക്കാണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊന്ന് ക്ലാസിഫൈ ചെയ്ത് വെക്കണം. അതായത് നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ നിങ്ങൾ പഠിക്കുക, 2 അല്ലെങ്കിൽ 3, അത് എങ്ങനെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കും. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ 2-3 മണിക്കൂർ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു കാര്യം ഞാൻ ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ വീഡിയോ നോക്കുക, ടൈം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത് പഠിക്കണം എന്നുള്ള വീഡിയോ നോക്കുക. എന്നിട്ട് ഓരോ ദിവസം ഞാൻ ഈ പറഞ്ഞ കണക്കിന് 2 സബ്ജക്റ്റ് വിധമുള്ള കോംബോ ആയിട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒന്നെങ്കിൽ നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു പാടായിട്ടുള്ള സബ്ജക്റ്റ്, മോഡറേറ്റ്ലി അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ്, അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ്. അതായത് ഇപ്പോൾ മാത്സും ഫിസിക്സും, മാത്സിനകത്ത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഉണ്ട്, ഫിസിക്സിനകത്ത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഉണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ഇത് രണ്ടും ഞാൻ കണക്ട് ചെയ്ത് പഠിക്കുക. കാരണം 2 കണക്കുണ്ട്. അപ്പോൾ എൻ്റെ ബ്രെയിൻ ഓൾറെഡി കണക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കും. എനിക്കത് കൂടെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. മാത്സിൽ ഞാൻ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സിൽ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു 2 ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് ഒരുമിച്ച് എടുക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ മാത്സ് ഒരു സൈഡിൽ എടുക്കുമ്പോൾ മറ്റേ സൈഡിൽ നിങ്ങൾക്ക് ലാംഗ്വേജുകളായ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ അങ്ങനെ ഏതെങ്കിലും അത് നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളൊരു കോംബോ ഉണ്ടാക്കുക. ആ കോംബോ നിങ്ങളൊരു ടൈം ടേബിൾ ആണെങ്കിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ വെച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിലും എങ്ങനെ പഠിക്കണം, അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. നമ്മളെല്ലാ കോംബോ വെച്ച് നമ്മളെല്ലാം ടൈം ടേബിൾ സെറ്റാക്കി. പക്ഷേ ഈ സെറ്റാക്കിയ ടൈം ടേബിൾ വെച്ച് നമ്മൾ എങ്ങനെ പഠിക്കണം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, വെറും റീഡിങ്ങും വായനയും എഴുത്തും കൊണ്ട് മാത്രം നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. വെറുതെ വായിച്ചു എഴുതി തിന്നാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ആ പഠിക്കുന്ന പർട്ടിക്കുലർ ടൈമിൽ നമുക്കെല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷേ പിന്നീട് ഒരു സമയത്ത് നമുക്കത് ഉപയോഗം വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള റിവൈസ് ചെയ്യുക. റീഡിങ്ങിനും റൈറ്റിങ്ങിനും അതേ ഇമ്പോർട്ടൻസ് ആണ് റിവൈസിങ്ങിനും. നിങ്ങൾ പഠിക്കുന്ന സാധനങ്ങൾ 1-2 തവണ റിവൈസ് ചെയ്യുക. നോട്ട്ബുക്ക് അടച്ചു വെച്ച് റിവൈസ് ചെയ്യുക. മനസ്സിൽ നിന്ന് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. മനസ്സിൽ നിന്ന് എടുക്കാൻ നോക്കുക. എടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ ഒന്നുകൂടെ ആ ടോപ്പിക്ക് പോകുക, ഒന്നുകൂടെ ആ ടോപ്പിക്ക് പഠിക്കുക. റിവൈസിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ മനസ്സിൽ കൊടുക്കുന്ന സാധനം മനസ്സ് നമുക്ക് തിരിച്ചു തരണം. അതിനുവേണ്ടി നമ്മളെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റിവൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുക. എവിടെന്നെങ്കിലും നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് കിട്ടും. ഗൂഗിളിലോ ഇപ്പം AI പോലെ ChatGPT, ജെമിനി പോലെയുള്ള AIയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടും. നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്റർ, ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ടൈമർ വെച്ചിട്ട് ആ ടൈമിനുള്ളിൽ തീർക്കാൻ നോക്കുക. ഇത് തീർത്ത് കഴിഞ്ഞ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തന്നെ വിലയിരുത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഞാൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ഇതിൽ എത്രത്തോളം ക്വസ്റ്റ്യൻ എനിക്കറിയാം, ഞാൻ ഇത് ഏതൊക്കെ ഇനി ചെയ്യാറുണ്ട്, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് കിട്ടാത്ത ടോപ്പിക്കുകളുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ സ്റ്റിക്കി നോട്ടിലോ ഏതെങ്കിലും കുഞ്ഞു പേപ്പറിലോ എഴുതി വെക്കുക, അവിടെ വെക്കുക. എന്നിട്ട് പിന്നെയും തിരിച്ചു വരിക, ആ ടോപ്പിക്ക് ഒന്നുകൂടെ ഇരുന്ന് പഠിച്ച് എഴുതി വായിച്ച് റിവൈസ് ചെയ്യുക. റിവൈസിങ്, ഈ 3 കാര്യങ്ങളും ചേർത്താണ് ഞാൻ പഠിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെയും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊരു സർക്കിൾ കണക്ക്, നിങ്ങളൊരു സൈക്കിൾ പോലെ നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാം എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം എങ്ങനെ മനസ്സിലാവുന്നതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്നും ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാവുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യം അക്വയർ ചെയ്യാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇന്നറിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ രീതികളായാലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം ശരിയാക്കുക. 6 to 7 മണിക്കൂർ നിർബന്ധമായിട്ട് നിങ്ങൾ ഉറങ്ങണം. കാരണം ഉറങ്ങി എണീക്കുമ്പോൾ മാത്രമേ നമ്മൾ ഫ്രഷ് ആവത്തുള്ളൂ.
ഉറങ്ങി എണീച്ച് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ അധികം ഒന്നും കഴിക്കാതെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക, ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഹാഫ് ആക്കിയിട്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു സബ്ജക്റ്റും സെക്കൻഡ് ഹാഫിൽ അടുത്ത സബ്ജക്റ്റും. ആ ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പുതിയ ചാപ്റ്റർ നിങ്ങൾ തുടങ്ങരുത്. ആ പുതിയ ചാപ്റ്റർ നമ്മൾ അടുത്ത ദിവസം തുടങ്ങിയാൽ മതി. അല്ലാതെ ഇനിയും ഒരു 5 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ തുടങ്ങരുത്. വേസ്റ്റ് ഓഫ് ടൈമാണ്. അത് ശ്രദ്ധിക്കുക. പിന്നെ പറ്റുന്ന കുട്ടികൾ രാവിലെ പഠിക്കാൻ ശ്രമിക്കുക. 5 മണി തൊട്ട് 6 മണി വരെ, അല്ലെങ്കിൽ 6:30 തൊട്ട് 7:30 വരെ. ഈ ഒരു രാവിലെയുള്ള ടൈമിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഈ രാവിലെയുള്ള ടൈമിൽ പഠിച്ചാൽ നമുക്ക് ബ്രെയിൻ നല്ല ഫ്രഷ് ആയിരിക്കും ചെയ്യും. നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഈ രാവിലെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഈ ലാംഗ്വേജുകൾ പഠിക്കുക, നിങ്ങൾ സബ്ജക്റ്റുകൾ പഠിക്കുക, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ ലോജിക്കലി നമുക്ക് ചിന്തിച്ച് നമുക്ക് ലോജിക്കലി ആൻസർ എഴുതേണ്ട സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുക. കാരണം ബ്രെയിൻ ഫ്രഷ് ആയിരിക്കുമ്പോൾ ഈ സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയ്ക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്കതങ്ങ് മനസ്സിലാവും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൽ റിസൾട്ട് ഉണ്ടാവും. എന്തായാലും ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ട്. കാരണം സ്റ്റഡി റൂമിൽ ഞങ്ങളുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മൾ അവർക്കൊരു കോംബോ ആണെങ്കിൽ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവർ അതിനനുസരിച്ച് അവർ പഠിക്കുന്നുണ്ട്, നമ്മൾ ടെസ്റ്റ് പേപ്പർ നടത്തുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും പറഞ്ഞ എക്സാമിന് എങ്ങനെ പഠിക്കുന്നു പറയുന്നത് ഞാൻ തന്നെ പറയണു, എക്സാം വലിയ കാര്യമൊന്നുമില്ല. ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, നിങ്ങൾ എക്സാമിനെക്കാളും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട നിങ്ങളുടെ കൺസിസ്റ്റൻസിയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന, നിങ്ങളത് ഫോളോ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്യുക. ഈ കൺസിസ്റ്റൻസിയാണ് മെയിൻ. കൺസിസ്റ്റൻസി നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് പേടിക്കണം. കാരണം എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. എക്സാമിനെ കുറിച്ച് നിങ്ങൾ വറീഡാവരുത്. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കേണ്ട എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ ഒരു ഐഡിയ പറയുന്നത്, ആ ഐഡിയയിൽ വെച്ച് നിങ്ങൾ കൺസിസ്റ്റൻസി, ആ ഒരു സംഭവം അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് അതേപോലെ നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്തു വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് പേടിക്കേണ്ട, എന്തായാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്താണ് രാവിലെ എണീച്ച് പഠിക്കണമെന്നുള്ളത്. പക്ഷേ ഈ രാവിലെ എണീച്ച് പഠിക്കുന്നതിന് എന്തെങ്കിലും അധികം ഉപയോഗമുണ്ടോ? അല്ലെങ്കിൽ നൈറ്റ് സ്റ്റഡിയിൽ രാത്രി പഠിക്കുന്നതിനേക്കാൾ രാവിലെ പഠിക്കുന്നതിന് ഒരു പടി മുന്നിൽ നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ചർച്ച ചെയ്യുന്നുണ്ടാവും. ആദ്യം നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ രാവിലെ പഠിക്കുന്നതും രാത്രി പഠിക്കുന്നതും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ടാവും.